السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 35 അധ്യായങ്ങളാണ് ഇതുവരെ അൽഹംദുലില്ലാഹ് നമ്മൾ വായിച്ചത്. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ഗൗരവത്തിൽ ഭയപ്പെടേണ്ട കാര്യമാണ്. അതെന്തെന്നാൽ ഒരാളുടെ ചെറിയ പാപങ്ങൾ വരെ അള്ളാഹു പുറത്തു തരാതിരിക്കാൻ വൻപാപങ്ങൾ കാരണമായി തീരും. എന്നാൽ നമ്മൾ ഇതുവരെ വായിച്ചു വന്ന വൻപാപങ്ങൾ ഒന്നെടുത്തു നോക്കിയാൽ പലതും നമ്മുടെ കണ്ണുകളിൽ നിസ്സാരമായ കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന പലതും ഗുരുതരമായ പാപങ്ങളാണ് എന്ന് നമ്മൾ ആവർത്തിച്ചു മനസ്സിലാക്കുക. അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞതുപോലെ തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ആരോടാണ് അത് ചെയ്യുന്നത്, ആരെയാണ് നാം ധിക്കരിക്കുന്നത് എന്നതാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 36-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ഖിഹതു. അൽ ഖിഹതു എന്ന് പറഞ്ഞാൽ ഖില്ലത്തുൽ ഹയാ വ ഖില്ലത്തുൽ അദബ്, ലജ്ജ ഇല്ലാതിരിക്കുക, അതുപോലെ മര്യാദ ഇല്ലാതിരിക്കുക. ഇതൊക്കെയാണ് അൽ ഖിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹയാ ഇല്ല എങ്കിൽ, ലജ്ജ ഇല്ല എങ്കിൽ, അദബില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാൻ അയാൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലജ്ജ ഉണ്ടായിരിക്കേണ്ടത് ആത്യന്തികമായി ആദ്യത്തെ ലജ്ജ ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ലജ്ജ ഉണ്ടാവണം. അതിനുശേഷം സൃഷ്ടികളോട്, മറ്റുള്ള ആളുകളോട്, മനുഷ്യരോട്, അവരുടെ മുന്നിലും ലജ്ജ കാണിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലജ്ജ എന്നത് അവന്റെ ജീവിതത്തിലില്ല, അവന്റെ സ്വഭാവത്തിലില്ല എങ്കിൽ അയാൾ വലിയ അപകടത്തിലാണ് ചെന്നു പതിച്ചിട്ടുള്ളത്. അറബിയിൽ അൽ വഖാഹതു എന്ന് പറഞ്ഞാൽ മിനൽ വഖാഹ, അറബിയിൽ അൽ വഖാഹത്ത് എന്ന ആ ഒരു പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അതറിയിക്കുന്നത് ഒരാളുടെ ലജ്ജയില്ലായ്മയും തിന്മകളിൽ, മ്ലേച്ഛതകളിൽ, വൃത്തികേടുകളിൽ യാതൊരു പരിഗണനയുമില്ലാതെ, ശ്രദ്ധയുമില്ലാതെ ഒരാൾ ഏർപ്പെടാൻ അയാൾ ധൈര്യം കാണിക്കും എന്നതൊക്കെയുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ലജ്ജയുടെ പ്രാധാന്യം അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ ഹയാഉ
കുല്ലുഹു ഖൈർ. ലജ്ജ എന്നത് അത് മുഴുവൻ നന്മയാണ്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു റിവായത്തിൽ കാണാം, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ എന്നത് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, ഒരാളുടെ ഹൃദയത്തിൽ നിന്നും ലജ്ജ ഊരിയെടുക്കപ്പെട്ടാൽ അയാൾ ഏതൊക്കെ തിന്മകളിലാണ്, വൃത്തികേടുകളിലാണ്, അപകടങ്ങളിലാണ് ചെന്ന് ചാടുക എന്നത് പറയാൻ സാധിക്കുകയില്ല. കാരണം ലജ്ജ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി തീരാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമതായി അള്ളാഹുവിനോട് ലജ്ജ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് യാതൊന്നും മറക്കാൻ സാധ്യമല്ല. അവനെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം നന്നാക്കി തീർക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതിനുശേഷം പിന്നീട് സൃഷ്ടികൾ, മറ്റുള്ള ആളുകൾ, ജനങ്ങൾ, അവരുടെ കാര്യത്തിൽ നമുക്ക് ലജ്ജ വേണം. അതുണ്ടായാൽ മാത്രമേ നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലജ്ജ എന്നത് മുഴുവൻ നന്മയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ലജ്ജ നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല. അതില്ലാതെയായി പോയാൽ നേരെ വിരുദ്ധമായി തീരും. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ഭാഗത്ത് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ആയത്ത് എടുത്തുദ്ധരിച്ചു. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും. ഈ ആയത്ത് മുനാഫിഖുകളുടെ വിഷയത്തിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്നും മറച്ചുപിടിക്കുന്നു തങ്ങളുടെ തിന്മകൾ, തങ്ങളുടെ വൃത്തികേടുകൾ, തങ്ങളുടെ മ്ലേച്ഛതകൾ. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിന്നും അവർ ഒളിപ്പിച്ചു വെക്കുന്നു, അവരെ തൊട്ട് മറച്ചു വെക്കുന്നു, അവർ കാണാതിരിക്കാൻ. എന്നിട്ട് അവരുടെ മുന്നിൽ നല്ല ആളുകളായി ചമയുന്നു, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമാണ് എന്ന് വരുത്തി തീർക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നും അവർ മറക്കുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് ലജ്ജ കാണിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത്. കാരണം അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. അതില്ല. അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജയോ ഹയാഓ അദബോ ഒന്നും കാണിക്കാതെ ജനങ്ങളുടെ മുന്നിൽ മാത്രം മാന്യത ചമയുകയാണ്. എന്നാൽ വഹുവ മഅഹും, അള്ളാഹു അവരോടൊപ്പം തന്നെയുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അവൻ തന്റെ അർശിന്റെ മുകളിലാണ്. പക്ഷേ സൃഷ്ടികളുമായി അള്ളാഹുവിന്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവൻ അടുത്താണ്. അള്ളാഹു പറയുന്നു, വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വാക്കുകളുമായി അവർ കഴിച്ചുകൂട്ടുമ്പോൾ, അവർ തങ്ങളുടെ സമയം ചിലവഴിക്കുമ്പോൾ, അവർ അങ്ങനെയുള്ള രഹസ്യ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അള്ളാഹു അവരോടൊപ്പം തന്നെയുണ്ട്. അവരെ കേട്ടുകൊണ്ട്, അവരറിഞ്ഞുകൊണ്ട്. അള്ളാഹു കൂടെ ഉണ്ടായിട്ടും അവർ അള്ളാഹുവിൽ നിന്ന് മറക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ലജ്ജ ഉണ്ടെങ്കിൽ മാത്രമേ, അള്ളാഹുവിനോട് ഹയാ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്കത് ഇല്ലാതെയായാൽ, അതിന്റെ കുറവ് ജീവിതത്തിൽ ഉണ്ടായാൽ അത് വൻപാപമാണ് എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഹയാ ഇല്ലാതിരിക്കുക, ലജ്ജ ഇല്ലാതിരിക്കുക എന്നത് വൻപാപമാണ്. കാരണം ലജ്ജയാണ് ഒരു മനുഷ്യനെ നന്നാക്കി തീർക്കുന്നത്. അള്ളാഹുവിനോടുള്ള ബാധ്യതയുടെ കാര്യത്തിലാവട്ടെ, സൃഷ്ടികളോടുള്ള ബാധ്യതകളുടെ കാര്യത്തിലാവട്ടെ, ഒരു മനുഷ്യൻ നന്നായി തീരുക അവൻ ലജ്ജയുള്ളവനാകുമ്പോഴാണ്. അതിലേറ്റവും ആദ്യത്തെ വാജിബ് അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ മുനാഫിഖുകൾ, കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ലജ്ജ കാണിക്കുന്നില്ല അള്ളാഹുവിനോട്. അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം അവർ വകവെച്ച് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പുറമേക്ക് വിശ്വാസം അഭിനയിക്കും, പുറമേക്ക് നല്ല ആളുകളായി അഭിനയിക്കും,
പക്ഷെ അവർ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. എന്താണോ ഉള്ളിലുള്ളത് അതിന് നേർ വിരുദ്ധമാണ് അവരുടെ പുറമേക്ക് ഉള്ളത്. ഈ ഒരു അവസ്ഥ സഹോദരങ്ങളെ നമുക്കൊരിക്കലും ഉണ്ടായിത്തീരാൻ പാടുള്ളതല്ല. മറിച്ച് നമ്മൾ ലജ്ജയുള്ളവരാവണം, ഹയാ ഉള്ളവരാവണം, അദബുള്ളവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ. നിങ്ങൾ അല്ലാഹുവിനോട് ലജ്ജ കാണിക്കുക. എങ്ങനെ ലജ്ജ കാണിക്കണം? ഹഖൽ ഹയാ, ലജ്ജ കാണിക്കേണ്ടതുപോലെ നിങ്ങൾ ലജ്ജ കാണിക്കുക. അഥവാ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എവിടെ ചെന്നൊളിച്ചാലും, ഏത് സ്ഥലത്ത് പോയാലും, ഏത് ഇരുട്ടിന്റെ മറവിലായാലും വഹുവ മഅഹും, അള്ളാഹു കൂടെയുണ്ട്, അവന്റെ അറിവ് കൊണ്ടും അവന്റെ കഴിവ് കൊണ്ടും. ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടികളുമായി ഈ രൂപത്തിൽ അടുത്തു തന്നെയുണ്ട്. അവന് ഒരു ഉറുമ്പിന്റെ കാലടിയുടെ അത്ര പോലും, പറഞ്ഞാൽ അത്രയുമില്ല, യാതൊന്നും അവ്യക്തമാകുന്നില്ല. കാരണം അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് സൃഷ്ടാവ്, അവനാണ് സർവാധികാരി, അവനാണ് നിയന്താവ്. അവനിൽ നിന്ന് വല്ലതും മറക്കുക എന്നത് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഹയാ, ലജ്ജ എന്നത് വലിയ കാര്യമാണ്. അതില്ലാതെയാവൽ വൻപാപമാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഒരു ഹദീസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഫിൽ ബുഖാരി, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയുടെ സ്വഹീഹിൽ വന്ന ഹദീസാണിത്. عن أبي مسعود عقبة بن عمرو رضي الله عنه. أبو مسعود عقبة بن عمرو رضي الله عنه ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. قال അദ്ദേഹം പറഞ്ഞു, قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന മിമ്മാ അദ്റക الناس من كلام النبوة الأولى إذا لم تستحي فاصنع ما شئت. إن مما أدرك الناس من كلام النبوة الأولى. തീർച്ചയായും മുമ്പ് കഴിഞ്ഞുപോയ നബിമാരിൽ നിന്നും ജനങ്ങൾ പഠിച്ചെടുത്ത കാര്യത്തിൽപ്പെട്ടതാണ് ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ല എങ്കിൽ, നീ ലജ്ജിക്കുന്നില്ല എങ്കിൽ, ഫസ്ന മാ ശിഅത, നീ ഉദ്ദേശിച്ചതുപോലെ, നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക. ഈ ഹദീസ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്തും ചെയ്യാം, തോന്നിയതുപോലെ ജീവിക്കാം എന്നതിനുള്ള അനുവാദമല്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ശക്തമായ താക്കീതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ല എങ്കിൽ, ആ വാക്ക് തന്നെ ആക്ഷേപത്തിന്റെ വാക്കാണത്. വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ല എങ്കിൽ, നിനക്ക് നാണമില്ല എങ്കിൽ, ഫസ്ന മാ ശിഅത, നീ ഉദ്ദേശിച്ചതുപോലെ, നീ തോന്നിയതുപോലെ നീ പ്രവർത്തിച്ചു കൊള്ളുക. ഇത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ നബിമാരുടെ ശരീഅത്തിലും ഈ കാര്യമുണ്ടായിരുന്നു എന്നതാണ് ഇതറിയിക്കുന്നത്. എല്ലാ നബിമാരും തങ്ങളുടെ ജനങ്ങൾക്ക് ഹയാഇനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ നബിമാരിൽ നിന്നും ജനങ്ങൾ പഠിച്ചെടുത്തതാണിത്. അവർ ആ ശരീഅത്തിൽ നിന്ന് മനഃപ്പാഠമാക്കി വെച്ചതാണിത്. നമുക്കറിയാം, മുമ്പ് കഴിഞ്ഞുപോയ ശരീഅത്തുകളിൽ, മതനിയമങ്ങളിൽ പലതും പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാന നിയമങ്ങൾ ഒന്നാണ് തൗഹീദ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിൽ മാറ്റമില്ല. പക്ഷെ വിശദാംശങ്ങളിൽ മുമ്പ് കഴിഞ്ഞുപോയ ശരീഅത്തിൽ നിന്നും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ കാര്യം അതിന് യാതൊരു മാറ്റവുമില്ല. ഹയാഇന്റെ വിഷയം ജനങ്ങൾ
മുമ്പേ കഴിഞ്ഞുപോയ നബിമാരിൽ നിന്ന് പഠിച്ചു വെച്ചതാണ്. അതുകൊണ്ട് നോക്കൂ, നബിമാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണിത്. വലിയ സ്ഥാനമുണ്ട് ദീനിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ലം തസ്തഹി, നിനക്ക് നാണമില്ല എങ്കിൽ, നിനക്ക് ലജ്ജയില്ല എങ്കിൽ, ഫസ്ന മാ ശിഅത, നീ തോന്നിയതുപോലെ ചെയ്തുകൊള്ളുക. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരിക്കലും എന്തും ചെയ്യാനുള്ള ഒരു അനുവാദമല്ല, മറിച്ച് ശക്തമായ താക്കീതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന്റെ അർത്ഥം എന്തെന്നാൽ ഇഫ്അൽ മാ ശിഅത, നിനക്കെന്തും ചെയ്യാം, കാരണം നീ ലജ്ജയില്ലാത്തവനാണ്, നിനക്ക് നാണമില്ല, നിനക്ക് ഹയാ ഇല്ല, അള്ളാഹുവിനോടോ സൃഷ്ടികളോടോ നിനക്ക് യാതൊരു ലജ്ജയുമില്ല. അതുകൊണ്ട് നീ ഒന്നും പരിഗണിക്കാതെ, ഒന്നും ശ്രദ്ധിക്കാതെ, ചുറ്റുപാടുകൾ നോക്കാതെ എന്തും ചെയ്യുന്നവനാണ്. അങ്ങനെ നീ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ ചെയ്തുകൊള്ളൂ. പക്ഷേ നീ ചെയ്തതിന്റെ തിക്തഫലം, അതിന്റെ ശിക്ഷ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം. നോക്കൂ, സുബ്ഹാനല്ലാഹ്, നിനക്കിഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ ആക്ഷേപമുണ്ട്, അതിൽ താക്കീതുണ്ട്, അതിൽ ഗൗരവപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ കാര്യവും നിനക്കെന്തും ചെയ്യാം, കാരണം നിന്റെ ഹൃദയത്തിൽ നിന്നും ഹയാ ഊരിയെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നീ യാതൊന്നും പരിഗണിക്കാതെ എന്തും ചെയ്തോളൂ, പക്ഷേ നിന്നെ ശിക്ഷ കാത്തിരിക്കുന്നു. മറ്റൊരു വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നീ ഒരു കാര്യം പ്രവർത്തിക്കുന്നു, അതിൽ ലജ്ജിക്കേണ്ടതില്ല, ലജ്ജിക്കാതെ നിനക്ക് ചെയ്യാം, അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ നീ ചെയ്തുകൊള്ളുക, പ്രശ്നമില്ല. എന്നാൽ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കേണ്ട ഒരു കാര്യമാണ്, തിന്മയാണ്, പാപമാണ്, തെറ്റാണ്, അതല്ലെങ്കിൽ സൃഷ്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ നീ അത് ഉപേക്ഷിക്കണം, ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണത്. രണ്ടായാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹയാഇന്റെ, ലജ്ജയുടെ പ്രാധാന്യമാണ് ഇതറിയിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ, ഈമാൻ എന്നാൽ 60-ൽ പരം ശാഖകൾ അതിനുണ്ട്. ചില റിവായത്ത് പ്രകാരം 70-ൽ പരം ശാഖകളുണ്ട്. അഅലാഹ, ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ശാഖ എന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന വാക്കാണ്. അഥവാ തൗഹീദാണ് ഈമാനിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാര്യം. വഅദ്നാഹ, ഈമാനിന്റെ ഏറ്റവും താണ അവസ്ഥ എന്നാൽ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള മാർഗതടസ്സം നീക്കുക എന്നതാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാ എന്നത്, ലജ്ജ എന്നത് ഈമാനിന്റെ ഈ പറഞ്ഞ ശാഖകളിൽ പെട്ടതാണ്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹയാ, ലജ്ജ. സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ലജ്ജ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്തുത്യർഹമായ ഒരു സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്നതാണ്, വലിയ അനുഗ്രഹമാണ് ലജ്ജ ഉണ്ടാവുക എന്നത്. എന്ന് പറഞ്ഞാൽ ലജ്ജ കാണിക്കേണ്ട സ്ഥലത്തൊക്കെ ലജ്ജ കാണിക്കണം. ലജ്ജ കാണിക്കൽ നിർബന്ധമായ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടൊക്കെ നമ്മൾ ലജ്ജ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഒന്നാമതായി ലജ്ജ കാണിക്കാൻ അർഹതപ്പെട്ടത്. അഥവാ അള്ളാഹുവിനോടുള്ള ലജ്ജ എങ്ങനെയാണ്? അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. ഏത് തിന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചാലും, ഏത് തിന്മ ഒരാൾ ചെയ്യുമ്പോഴും അയാൾ ചെയ്യുന്നത് റബ്ബിനോടുള്ള ധിക്കാരമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. പറയാൻ എളുപ്പമാണ്. ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക എന്നത് ഒരാളുടെ മനസ്സിൽ ഹയാഇന്റെ കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം
അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഒരു കണക്കുമില്ല. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെങ്ങാനും ഒരാൾ എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ ഇതിന് സാധിക്കുകയില്ല. അതിനുമാത്രം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്ന റബ്ബിനോടൊരു ധിക്കാരം, ഒരു അനുസരണക്കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നന്ദികേടാണ്. ചെറിയ തെറ്റുപോലും അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലജ്ജിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ സാധാരണ മനുഷ്യരുടെ കാര്യം എടുത്താൽ തന്നെ ഒരാൾ സ്ഥിരമായി നമുക്ക് ഗുണം ചെയ്യുന്നു, നന്മ ചെയ്യുന്നു, നമ്മളെ പരിഗണിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന ഒരാളോട് അനിഷ്ടമായ ഒരു വാക്ക് പറയാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും. എങ്ങനെ ഇപ്പം അയാളോടത് പറയാൻ, എങ്ങനെ അയാളോടത് പറയാൻ സാധിക്കുക എന്നൊരു ലജ്ജ അയാളെ വെറുപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പോലെയല്ല. എല്ലാ അർത്ഥത്തിലും അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു മുസ്ലിമീങ്ങളാക്കി എന്നുള്ളത്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, സുജൂദിന്റെ അവയവങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ ആക്കി തീർത്തു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ആ അവയവങ്ങളുമായി അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് സമർപ്പിച്ചാൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഏറ്റവും വലിയ നന്ദികേടായത് അതുകൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാൾ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുകയില്ല. കാരണം എങ്ങനെയാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നൽകിയ അള്ളാഹുവിനോട് ഞാൻ നന്ദികേട് കാണിക്കുക എന്നത് അയാൾ ചിന്തിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള അജ്ഞതയാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരാൾ പിഴച്ചു പോയിട്ടുള്ളത്. ആരാണ് റബ്ബ്, എന്താണ് റബ്ബാവാനുള്ള നിബന്ധനകൾ, എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണമെന്ന് പറയാനുള്ള കാരണം, അള്ളാഹു അവനാണ് സൃഷ്ടാവ്, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അവനാണ് നിയന്താവ്, അവനാണ് സർവാധികാരി, ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അവനാണ് റബ്ബ് എന്നറിയിക്കുന്ന കാര്യങ്ങൾ, അതിലൊരാൾക്ക് അവഗാഹം ലഭിച്ചാൽ, അതൊരാൾ പഠിച്ചു മനസ്സിലാക്കിയാൽ പിന്നീട് അവൻ ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നതിലേക്ക് എത്തും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഒരാൾ ഈ രൂപത്തിലൊക്കെ പിഴച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ശിർക്കെന്ന തിന്മ, അതിനുശേഷമുള്ള ഏത് തിന്മയുമാവട്ടെ, അതൊക്കെ നമ്മെ ലജ്ജിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും നന്മകൾ, അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ മൂടിയിട്ടുള്ള അള്ളാഹുവിനോടാണ് നമ്മൾ ധിക്കാരം ചെയ്യുന്നത് എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സൃഷ്ടികൾ, ജനങ്ങൾ, ആളുകളുടെ മുന്നിൽ വെച്ച് തോന്നിയതുപോലെ ചെയ്യുക, പ്രവർത്തിക്കുക എന്നത് ശരിയല്ല. അതൊരിക്കലും നല്ല കാര്യമല്ല. ഹയാ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരാളെ തടയും. അയാൾ നല്ല ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതില്ല എങ്കിൽ ഒരാളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും, വളരെ മോശമായ അവസ്ഥയിലേക്ക് ആയിരിക്കും ഒരാൾ എത്തിപ്പെടുക. എന്താണ് താൻ ചെയ്യുന്നത് എന്ന ഒരു ചിന്ത അവനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹയാ ഇല്ലാത്ത, ലജ്ജയില്ലാത്ത ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്ന മാ ശിഅ്ത, നിനക്ക് തോന്നിയതുപോലെ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. മോശമായ സംസാരങ്ങൾ, വൃത്തികേടുകൾ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ പ്രവർത്തിക്കാനും എഴുതിവിടാനും ആളുകളുടെ മുന്നിൽ ഷെയർ ചെയ്യാനും, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ, ഈ സോഷ്യൽ മീഡിയകൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ജാതി തോന്നിയവാസങ്ങളാണ്. അത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പവിത്രമാക്കപ്പെട്ട പല കാര്യങ്ങളും പിച്ചു ചീന്തപ്പെടുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, സഹോദരിമാർ അവരുടെ
നഗ്നതകളും അവരുടെ അംഗലാവണ്യങ്ങളും ഒക്കെ പുറമേക്ക് പ്രകടിപ്പിച്ച് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അതിലൂടെ റീച്ച് കൂട്ടാൻ പരിശ്രമിക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഹയാഇന്റെ, ലജ്ജയുടെ, അദബിന്റെ കുറവ് മാത്രമാണ്. അങ്ങനെ ഒരാളിൽ ഉണ്ടായാൽ അത് വൻപാപമാണ്. വലിയ ഗുരുതരമായ അപകടത്തിലാണ് അത്തരം ആളുകൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലജ്ജയില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദീനിന്റെ ആളുകളായി അറിയപ്പെടുന്നവർ, പുറമേ നിന്ന് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ലജ്ജയില്ലാത്ത ആളുകളായി നമ്മൾ മാറരുത്. സംസാരത്തിലാവട്ടെ, നടത്തത്തിലാവട്ടെ, പ്രവർത്തനങ്ങളിലാവട്ടെ, മറ്റു കാര്യങ്ങളിലാവട്ടെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഹയാ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. 2, 3, 4 ആളുകൾ കൂടുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികൾ മാറിപ്പോവാൻ പാടില്ല. നമ്മൾ ചിരിയാവട്ടെ, നമ്മുടെ സംസാരമാവട്ടെ, നമ്മുടെ നടത്തമാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ വസ്ത്രധാരണകൾ, അതുപോലെ ഏത് കാര്യങ്ങളും വ്യക്തിപരമായ ഏത് കാര്യങ്ങളും ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആത്യന്തികമായി നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി ഹയാ പാലിക്കേണ്ടത് നമ്മുടെ റബ്ബിനോടാണ്. ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇവിടെ ആദ്യം എടുത്തുദ്ധരിച്ചത് മുനാഫിഖുകളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞ ആയത്താണ്. മുനാഫിഖുകളുടെ കാര്യത്തിലാണ് ആയത്തിറങ്ങിയത്. അതേ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമുക്കും ബാധകമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തും ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് ഹയാ ഇല്ലാത്തതിന്റെ കാരണത്താലാണ്. എന്തും വിളിച്ചു പറയുക, ആളുകളുടെ മുന്നിൽ വെച്ച് തോന്നിയവാസങ്ങൾ പറയുക, തെറി പറയുക. ചില ആളുകളൊക്കെ അതൊരു ധീരതയായി കാണാറുണ്ട്. 4 ആൾ കൂടുമ്പോൾ പ്രശ്നം ഉണ്ടായാൽ തോന്നിയവാസങ്ങൾ പറയുക, തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, തല്ലുക, കുഴപ്പമുണ്ടാക്കുക. ഇതൊക്കെ പലപ്പോഴും ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അത് ധീരതയുടെ വലിയ ശുജാഇയാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്ദിക്കപ്പെടുകയാണ് അതിലൂടെ. ഹയാ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഒരാൾ ഏർപ്പെടുന്നത്. വലിയ അപകടമാണത്. എല്ലാ കാര്യങ്ങളും, പറഞ്ഞതും പറയാത്തതുമായ ധാരാളം കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഹയാ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കിത്തരും. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം അത് നേരെയാക്കിത്തരും. സൃഷ്ടികളുമായുള്ള ബന്ധം നേരെയാക്കിത്തരും. ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടും. ഹയാ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞാൽ, ഒരാളിൽ ഹയാ ഉണ്ടായാൽ എല്ലാ നന്മകളും അയാളിൽ ഒത്തുചേരും. പൊതുവെ സൃഷ്ടികൾ, ആളുകൾ, ജനങ്ങൾ ഇഷ്ടപ്പെടുക ഹയാ ഉള്ള ആളുകളെയാണ്. ലജ്ജയുള്ള ആളുകളെ പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടും. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. ലജ്ജ ഉണ്ടാവുക എന്നത് പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മുടെ ചെറിയ സഹോദരങ്ങൾക്ക്, മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പെൺമക്കൾക്ക്, ആൺമക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരിമാർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഹയാ വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ആളുകൾ പലപ്പോഴും തലയിലേക്ക് കുത്തിവെക്കുക എന്താണ്? പെണ്ണായാലും ഇങ്ങനെ ഒതുങ്ങി നിൽക്കലല്ല, 4 ആൾ വന്നാൽ നെഞ്ചു നിർത്തി സംസാരിക്കണം. പെൺകുട്ടികളോട് പോലും ഇതൊക്കെ ആളുകൾ പഠിപ്പിക്കുക. അതുകൊണ്ട് എന്താവും? ഇന്ന് അതാണ് വ്യാപകമായിട്ട് നടക്കുന്നത്. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് അത് യോജിച്ചതല്ല. സ്ത്രീകൾ പൊതുവെ ഒതുങ്ങിക്കൂടാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. അതാണ് അവർക്ക് ഭംഗി. സ്ത്രീകളെ അടിച്ചമർത്താനല്ല ഇത് ദീനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു സ്ത്രീ എത്ര കണ്ട് ലജ്ജിക്കുന്നുവോ, എത്ര കണ്ട് നാണം കുണുങ്ങുന്നുവോ, അതിനനുസരിച്ച് അവളുടെ അഴക് വർദ്ധിക്കും. കല്യാണം കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നെഞ്ചു വിരിച്ചിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പെണ്ണുങ്ങൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും? തീരെ ഒരാൾക്ക്, ഒരു ആത്മരോഷമുള്ള ഒരു മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. അതൊരിക്കലും അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അത് യഥാർത്ഥത്തിൽ ഒരു പുരുഷന്, യഥാർത്ഥ പൗരുഷമുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടുകയില്ല, അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എത്ര കണ്ടവൾ നാണം കുടുങ്ങുന്നുവോ, ലജ്ജിക്കുന്നുവോ, ഹയാ കാണിക്കുന്നുവോ, അതിനനുസരിച്ച് അവളോടുള്ള ഇഷ്ടം വർദ്ധിക്കും, അവൾക്ക് അഴക് വർദ്ധിക്കും. അതിലാണ് അവൾക്ക്, സ്ത്രീക്ക് അള്ളാഹു അഴക് നിശ്ചയിച്ചിട്ടുള്ളത്, ഭംഗി നിശ്ചയിച്ചിട്ടുള്ളത്. ആ അഴകും ഭംഗിയും
ഈ പറഞ്ഞതുമൊക്കെ ഒളിപ്പിച്ചു വെക്കാനുള്ളതാണ്, പ്രകടിപ്പിക്കാനുള്ളതല്ല. അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിക്കാം. അതാണ്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പെൺമക്കൾക്ക് ചെറുതാവട്ടെ വലുതാവട്ടെ പറഞ്ഞു കൊടുക്കണം. ലജ്ജ, ഹയാ ഉണ്ടാവണം. അന്യരായ ആളുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ആൺമക്കളായാലും ആൺകുട്ടികളായാലും, ഇപ്പോഴത്തെ ആൺകുട്ടികൾ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ വയറ്റിനൊക്കെ ഇടിക്കുന്നതായിട്ട് കാണാം. മുതിർന്നവരോട്, പ്രായമുള്ളവരോട് ഒരു ബഹുമാനമില്ലാതെ, ഒരു പരിഗണനയും നൽകാത്ത ഒരു യുവതലമുറയാണ് വരുന്നത്. കാരണം എന്താ? പഠിക്കുന്നത് കേട്ട് പഠിക്കുന്ന എന്താണ്? കൊല്ലുന്നതും കുത്തിയിടുന്നതും ഈ ജാതി തോന്നിവാസങ്ങളാണ് കേൾക്കുന്നതും പഠിക്കുന്നതും കളിക്കുന്നതും. നിരന്തരം കയ്യിൽ എന്താണുള്ളത്? വെപ്പൺസാണ്, അതുപോലെയുള്ള ഗണ്ണാണ്. ഇതിങ്ങനെ വെടിവെച്ച് പഠിക്കുകയാണിത്. അപ്പം മുന്നിലൂടെ പോകുന്ന ഒരാളെ ഈ സാധനം കിട്ടിയിട്ടെങ്കിൽ ഒന്ന് ഇടിച്ചു നോക്കും. ഇതാണ് ആധുനിക തലമുറകൾ. ഞാൻ വെറുതെ പറയുന്നല്ല, അനുഭവങ്ങളുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഹയാ അത് നല്ല ഒരു സ്വഭാവമാണ്. വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതിന് വിരുദ്ധമായ ഒരു അവസ്ഥകളിൽ നിന്ന്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ രണ്ട് തെളിവുകളാണ് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ലാ ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 37-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ഹിർസു അലൽ മാലി വശറഫി. അൽ ഹിർസ് എന്നാൽ അതീവ താല്പര്യം, അലൽ മാലി വശറഫി സമ്പത്തിന്റെ കാര്യത്തിലും സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലും അതീവ താല്പര്യമുണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. എന്താണ് ഈ തലക്കെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ്പത്തിന്റെ കാര്യത്തിലും സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലും ഒരാൾ അമിതമായി പരിശ്രമിക്കുക എന്നത് വൻപാപത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് വൻപാപത്തിൽപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ ഒരൊറ്റ ഹദീസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അൻ കഅബ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മാ ദിഅബാനി ജാഇആനി ഉർസില ഫീ സരീബതി ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. മാ ദിഅബാനി ജാഇആൻ, രണ്ട് വിശന്നു വലഞ്ഞ ചെന്നായക്കളെ, ഉർസില ഫീ സരീബതി ഗനം, ഒരു ആട്ടിൻ തൊഴുത്തിലേക്ക് പറഞ്ഞയക്കപ്പെട്ടാൽ, ബിഅഫ്സദ ലഹാ, അത് ആ ആട്ടിൻ പറ്റങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കും, അതിനേക്കാൾ ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെ കാര്യത്തിലും സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലും അവൻ കാണിക്കുന്ന താൽപര്യം അവന്റെ ദീനിനെ നശിപ്പിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉദാഹരണങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില ഉദാഹരണങ്ങളിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇത് വളരെ മനോഹരമായ, വളരെ മഹത്തരമായ, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇവിടെ ഉദാഹരണം പറഞ്ഞത് രണ്ട് ചെന്നായ്ക്കളെയാണ്. അദ്ദിഇബാൻ, അദ്ദിഇബ്, അദ്ദിഇബാൻ അഥവാ രണ്ട് ചെന്നായ്ക്കൾ. ചെന്നായ്ക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ചെന്നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ഇര പിടിക്കാൻ പോയാൽ, സിംഹവും അതുപോലെയുള്ള മൃഗവും ഇര പിടിച്ചാൽ അതിനാവശ്യമുള്ളത് തിന്നിട്ട് ബാക്കി വലിച്ചെറിയും. എന്നാൽ ചെന്നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളതല്ല അവരെടുക്കുക, അത് മാത്രമല്ല എടുക്കുക, പിന്നെയോ അത് മുഴുവനും നശിപ്പിച്ചു കളയും. ഒരു മൃഗത്തെ വേട്ടയാടിയെന്ന് വിചാരിക്കുക, ഒരു മൃഗത്തെ പിടിച്ചു എന്ന് വിചാരിക്കുക, അതിനാവശ്യമുള്ളത് തിന്നിട്ട് ബാക്കി വിട്ടുകൊടുക്കൂല, അതിനെ പിച്ചി ചീന്തും. ആവശ്യമുള്ളതും ഇല്ലാത്തതും, ഇനി അവിടെ ഒന്നിലധികമുണ്ട് അല്ലെങ്കിൽ കുറേയുണ്ട്, അതിനെ മുഴുവനും അത് നശിപ്പിക്കും. അതിനാവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നശിപ്പിക്കും. അതാണ് ചെന്നായ്ക്കളുടെ സ്വഭാവം. അങ്ങനെയുള്ള രണ്ട് ചെന്നായ്ക്കളെ ഒരു ആട്ടിന്റെ തൊഴുത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് വിചാരിക്കുക. അതിനാവശ്യമുള്ള ഒരാടിനെ കടിച്ച് തിന്നിട്ട് ബാക്കി ഒഴിവാക്കൂല,
ആ തൊഴുത്ത് മുഴുവനും, ആ ആട്ടിൻ പറ്റങ്ങളെ മുഴുവനും അത് നശിപ്പിക്കും. കടിച്ച് കീറി കൊന്ന് നശിപ്പിച്ചു വെക്കും. ഇതിനേക്കാൾ ഈ പറഞ്ഞ നായ കാണിക്കുന്ന അതീവ താല്പര്യത്തെക്കാൾ ഒരു മനുഷ്യൻ സമ്പത്തിന്റെ കാര്യത്തിൽ, സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അതീവ തൽപരനാണ് സമ്പത്ത് കുന്നുകൂട്ടുന്ന കാര്യത്തിൽ. അതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. എപ്പോഴും സ്ഥാനം വേണം, അധികാരം വേണം, കസേര വേണം, സീറ്റ് വേണം. ഈ ഒരു ചിന്താഗതിയുള്ള, അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാളുടെ ദീൻ ഈ പറഞ്ഞ ചെന്നായക്കൾ നശിപ്പിക്കുന്നതിനേക്കാൾ ഇയാളുടെ ഈ താല്പര്യങ്ങൾ നശിപ്പിച്ചു കളയും. ഇത് സഹോദരങ്ങളെ വലിയ താക്കീതാണിത്. സമ്പത്ത് അത് ആവശ്യത്തിന് ഒരാൾ സ്വരുക്കൂട്ടുക എന്നത് ശറഈൽ അനുവദനീയമാണ്. അവനവൻ്റെ ജോലിയും അവനവൻ്റെ കച്ചവടവും അതുപോലെ അള്ളാഹു നൽകിയ മേഖലകളിലൊക്കെ ഒരാൾക്ക് സമ്പാദിക്കുക എന്നത് അനുവദനീയമാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയ, അള്ളാഹു പറഞ്ഞില്ലേ? അള്ളാഹു നൽകിയത് കൊണ്ട് പരലോകം നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞതോടൊപ്പം അള്ളാഹു പറഞ്ഞു വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലുള്ള നിങ്ങളുടെ ഓഹരി നിങ്ങൾ മറന്നു പോകരുത്. ദുനിയാവിൽ നമ്മുടെ ഓഹരികൾ, നമ്മുടെ ഉപജീവനം, സമ്പത്ത് കാര്യങ്ങളൊക്കെ ഒരാൾക്ക് സമ്പാദിക്കാം, എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരാൾ സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിൻ്റെ കാര്യത്തിൽ മുങ്ങിക്കുളിച്ചുപോയി എന്ന് വിചാരിക്കുക, അത് വലിയ അപകടമാണ്. രണ്ട് രൂപത്തിലാണ് ഒരാൾ സമ്പാദിക്കുക. ഒന്നാമത്തെ വിഭാഗം സമ്പത്ത് കുന്നുകൂട്ടും. എന്തിനാണ് സമ്പത്ത് കുന്നുകൂട്ടുന്നത്? ഒരുപാട് സമ്പാദിക്കും, കച്ചവടം ചെയ്തിട്ടായാലും എങ്ങനെയായാലും. സഹോദരങ്ങളെ, രണ്ട് രൂപത്തിലാണ് ആളുകൾ സമ്പാദിക്കുക. അഥവാ ഈ പറഞ്ഞ സമ്പത്ത് സ്വരുക്കൂട്ടുന്ന കാര്യത്തിൽ ആളുകൾ രണ്ട് രൂപത്തിലായിരിക്കും. അതിലൊന്നാമത്തെ വിഭാഗം അവർ സമ്പത്ത് കുന്നുകൂട്ടുന്നത്, അഥവാ കച്ചവടവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സമ്പത്തുണ്ടാക്കും, സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവനവൻ്റെ ജീവിതം അടിച്ചു പൊളിക്കാൻ, അവനവൻ്റെ ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിക്കാൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ പല യുവാക്കളുടെയും സ്വപ്നം അതാണ്. ചെറിയ പ്രായത്തിലെ ലൈഫ് സെറ്റിലാവുക, പിന്നെ അടിച്ചു പൊളിക്കുക. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം സാധാരണ പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് പോലെ സ്വത്ത് ഉണ്ടാക്കി വെക്കുക. ഇത് രണ്ടും യഥാർത്ഥത്തിൽ അപകടമാണ്. ആദ്യം പറഞ്ഞത് വലിയ അപകടത്തിലാണ് അയാളുള്ളത്. കാരണം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നെത്തിയാൽ ചില ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കും. അതിന് മറുപടി പറയാതെ കാലൊന്ന് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിൽപ്പെട്ടതാണ് സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എവിടുന്ന് കിട്ടി, എങ്ങോട്ട് ചിലവഴിച്ചു, രണ്ടും പറഞ്ഞു കൊടുക്കണം. വന്നതും പോയതും പറഞ്ഞു കൊടുക്കണം. ഈ ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹലാൽ ഹറാമ് നോക്കാതെ സമ്പാദിക്കും. കാരണം എന്താ? എനിക്കെൻ്റെ ലൈഫ് സെറ്റിലാവണം, എനിക്കെൻ്റെ ദേഹേച്ഛ, എനിക്കെൻ്റെ സുഖം. അതിനാണ് പല യുവാക്കളും കണ്ടിട്ടില്ലേ, ചെറിയ പെൺകുട്ടികളാവട്ടെ വിദ്യാർത്ഥിനികളാവട്ടെ, ഇവരൊക്കെ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ വിൽപ്പനക്കാരായി മാറുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ഉപയോഗിച്ച് പിന്നീട് അതിൻ്റെ വിൽപ്പനക്കാരായി മാറും. അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് അവർ എത്തിപ്പെടും. എന്തുകൊണ്ടാണ്? വേഗത്തിൽ സമ്പത്തുണ്ടാക്കാൻ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് വേഗം ലൈഫ് സെറ്റിൽ ചെയ്യാന്നാണ് ഇവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര വലിയ അപകടത്തിലാണുള്ളത്. അവനവൻ നശിക്കുന്നതിന് പുറമെ മറ്റുള്ളവരെ നശിപ്പിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരുകൾ അവർക്ക് ആ കിട്ടുന്ന പൈസയിലുണ്ട്. അവസാനം ഇത് ഉപയോഗിക്കാൻ ആളുണ്ടാവോ? ഇല്ല. വല്ല രോഗവും പിടിച്ച് മരിക്കലാണ് അവസാനം ഉണ്ടാവുക. അപ്പൊ ഇത് ഈ രൂപത്തിലാണ് ചില ആളുകൾ. വേറെ ചില ആളുകൾ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടും, ഒരുപാട് കുന്നുകൂട്ടും. കൊടുക്കേണ്ട മേഖലകളിലൊന്നും കൊടുക്കുകയില്ല. നിർബന്ധമായ സക്കാത്ത് കൊടുക്കൂല, സ്വതക്കകൾ കൊടുക്കുകയില്ല, കുന്നുകൂട്ടൽ മാത്രം. അയാളും അങ്ങനെയുള്ള ആളുകളും യഥാർത്ഥത്തിൽ വലിയ ഫിത്നയിലാണുള്ളത്, അപകടത്തിലാണുള്ളത്.
ഈ രൂപത്തിൽ സമ്പത്തിനു വേണ്ടി ഒരാൾ പരിശ്രമിക്കുക എന്നത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശന്നു വലഞ്ഞ 2 ചെന്നായക്കളെ ആട്ടിൻ തൊഴുത്തിലേക്ക് പറഞ്ഞയച്ചാൽ ആ 2 ചെന്നായക്കൾ ആ ആട്ടിൻ തൊഴുത്തിലുള്ള ആടുകളെ എപ്രകാരം നശിപ്പിക്കുമോ അതിനേക്കാൾ ഒരു മനുഷ്യന്റെ ദീൻ ഇത് നശിപ്പിക്കും. കാരണം സമ്പത്ത് കുന്നുകൂട്ടാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ അതിലയാൾ മുങ്ങിക്കുളിച്ചാൽ പിന്നീട് ഹലാൽ ഹറാം നോക്കുകയില്ല, പിന്നീട് ബന്ധങ്ങൾ നോക്കുകയില്ല, പിന്നെ എങ്ങനെങ്കിലും സമ്പത്ത് ഉണ്ടാക്കിയാൽ മതി എന്നായിരിക്കും. മറ്റോൻ മരിച്ചാലും വേണ്ടില്ല, ഓനെ പറ്റിച്ചാലും വേണ്ടില്ല, ഇവൻ തൊലഞ്ഞാലും വേണ്ടില്ല, എൻ്റെ പൈസ, എൻ്റെ അക്കൗണ്ട്. അതാണ് ചിലപ്പോൾ പഠിപ്പിക്കപ്പെടുന്നത്. അവൻ്റെ പോക്കറ്റിലുള്ളത് എങ്ങനെ എൻ്റെ പോക്കറ്റിലെത്താം, ഇതാണ് ഞാൻ പഠിക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും എനിക്ക് നോക്കേണ്ടതില്ല എന്നൊരവസ്ഥയിലേക്ക് ആളുകളെത്തും. ഹലാലാണോ ഹറാമാണോ പരിഗണിക്കേണ്ടതില്ല. ഹലാൽ ഹറാമൊന്നും ആ മേഖലകളിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരുവന്റെ ദീൻ നശിപ്പിക്കപ്പെടും. ഈ പറഞ്ഞതുപോലെ ദീൻ പിച്ചു ചീതപ്പെടും. ഒരുവൻ ദീനിന്റെ കാര്യത്തിൽ അധപ്പതിച്ചു പോകും. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വശറഫി, സ്ഥാനമാനങ്ങളാണ്. ഒരാൾ അധികാരത്തിനു വേണ്ടി പരിശ്രമിച്ചാൽ, ഒരാൾ നേതൃത്വത്തിനു വേണ്ടി, കസേരക്ക് വേണ്ടി, അതുപോലെയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ അയാളുടെ ദീൻ നശിക്കും. എങ്ങനെയാണ്? ദീനിലുള്ള പലതും മാറ്റി പറയേണ്ടി വരും, ദീനിലുള്ള പലതും വളച്ചൊടിക്കേണ്ടി വരും. ഇനി ഏറ്റവും ചുരുങ്ങിയത് അവനവന് റിയാവും അതുപോലെയുള്ള ലോകമാന്യത ഒക്കെ കടന്നു വരും. ഒരു വേള ഞാൻ കുഴപ്പമില്ല എന്ന് പരസ്യമായിട്ട് പറയേണ്ടി വരും. ഞാനാണ് ഇതിന് അർഹതപ്പെട്ടത്, എനിക്കിത് തരണം, ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്, ഈ കൂട്ടത്തിൽ ഏറ്റവും നേതാവാൻ അർഹതപ്പെട്ടത് ഞാനാണ് എന്നൊക്കെ ഒരു വേള പറയേണ്ടി വരും. വലിയ അപകടമാണത്. അതുപോലെ തന്നെ ദീനിന്റെ ദീനിന്റെ നിയമങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണമായി തീരും. ഇങ്ങനെ ഒരാൾ അധികാരത്തിനു വേണ്ടി എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ ദീൻ ഫസാദാവും. സഹോദരങ്ങളെ, ഇത് രണ്ടും വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഉദാഹരണമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.